പോരാട്ടത്തിന്റെ സായാഹ്നം കടന്ന രാജസ്ഥാൻ വിജയനിലാവ്. വിമർശന ശരങ്ങളേറ്റ് തളർന്നവർക്ക് ഇത് ജീവൻ മരണ പോരാട്ടമെങ്കിൽ ഇനിയും അവരെ പരീക്ഷിക്കരുതെന്ന് അദൃശ്യമായതെന്തിനോ തോന്നിയിരിക്കണം. ത്രില്ലർ പോരിൽ തോൽക്കാത്ത വീരമുണർന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനവസാനം കണ്ണീർ കടലിരമ്പത്തിൽ ചെന്നൈക്ക് ഇതുമങ്ങു മറന്നേക്കാം. എഴുതിത്തള്ളിയിടത്ത് നിന്ന് രാജസ്ഥാൻ മനഃപ്പാടമാക്കിയതൊക്കെ സ്വപ്നങ്ങളായി അത് വിജയത്തിലേക്ക് നീങ്ങി. രാജസ്ഥാൻ സ്ക്വാഡിനെ നോക്കി നെറ്റി ചുളിച്ചവർക്ക് കണ്ടു തീർക്കാം. പുഷ്പ സ്റ്റൈലിൽ ഹസ്രംഗ കറക്കി വീഴ്ത്തിയത് ചെന്നൈ സ്വപ്നങ്ങളുടെ കൊട്ടാരമാണ്. തലയുയർത്തി വിജയം കൊയ്യുമെന്ന പ്രതീക്ഷയുടെ അവസാന വെട്ടമണഞ്ഞത് ആ ക്യാച്ചിലാവണം. തിരിച്ചുവരവിന്റെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ഇനി രാജസ്ഥാന്റെ മോഹങ്ങളും കതിരിടും. തുടർ പരാജയമായി ജയ്സ്വാൾ വീഴുമ്പോൾ എല്ലാം പഴയതുപോലെയെന്ന് കരുതിയെങ്കിൽ തെറ്റി. നിതീഷ് റാണ എന്നൊരു രാജസ്ഥാൻ വൻമതിലുയർന്നത് ബൌളിംഗ് മൂർച്ചയുടെ അടിവേരറുത്താകണം. അശ്വിനും ഖലീലുമെല്ലാം അയാൾക്ക് മുന്നിൽ വിയർത്തതാണ്. ഭയരഹിതമായി ഒറ്റയ്ക്കവൻ റോയൽസിന്റെ അഭിമാനത്തിനു മുകളിൽ തിലകം ചാർത്തി. തുടർ തോൽവികളുടെ ആലസ്യത്തിൽ രാജസ്ഥാന്റെ സ്വപ്നങ്ങളത്രയും അയാളിലൂടെ സഞ്ചരിച്ചു. സഞ്ജുവിന്റെ മെല്ലപ്പോക്കിന് അവസാനമിട്ട് നൂർ അഹമ്മദിന്റെ ട്വിസ്റ്റിനു പക്ഷേ റാണയുടെ ബാറ്റിനെ നിശബ്ദമാക്കാനായില്ല. അർദ്ധശതകവും പിന്നിട്ട് ചെന്നൈക്ക് മുന്നിൽ അയാൾ തകർത്തടിച്ചു. 36-ൽ 81 റൺസുകൾ വാരിക്കൂട്ടി മൈതാനത്തെ പോരാളി മടങ്ങി. പരാഗിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പക്ഷേ പിന്തുണ നൽകാൻ ആളുണ്ടായതേയില്ല. 37 റൺസുമായി പരാഗ് മടങ്ങിയതോടെ സമ്മർദ്ദത്തിന്റെ നിമിഷങ്ങളാണ്. പിന്നാലെ വന്നവർക്ക് പക്ഷേ ചെന്നൈ ബൌളിംഗ് വീര്യം കടക്കാനായില്ല. കൂറ്റൻ സ്കോറിലേക്ക് കുതിച്ച രാജസ്ഥാൻ 182-ൽ വീണു. ഇനിയാണ് നാടകീയ നിമിഷങ്ങളുടെ കാത്തുവയ്ക്കൽ. നിറം മങ്ങിയ ആർച്ചറുടെ കണ്ടുപറന്ന ബൌളിംഗ് കൊടുങ്കാറ്റാണ് ഗുവാഹത്തിയിൽ കണ്ടത്. രചന വീഴ്ത്തിയ മിന്നൽ പന്തിന് കൈയടികളാണ്. ലങ്കൻ ഐലൻഡ് കടന്ന് രാജസ്ഥാന്റെ നെടുന്തൂണായൊരു ഹസ്രംഗയുടെ കഥയാണിനി. ത്രിപാദിയെ വീഴ്ത്തിയ അയാളുടെ ആഘോഷത്തിൽ ഒന്നു വ്യക്തം: ഇത് ഞങ്ങൾ ജയിക്കാൻ ഇറങ്ങിയതാണ്. 4 ചെന്നൈ കരുത്തരെ വീഴ്ത്തി പരാജയമോചനത്തിന്റെ നേർക്കാഴ്ച കണ്ടു. ശിവം ദുബൈയെ പറഞ്ഞയച്ച പരാഗിന്റെ പറന്നെടുത്ത ക്യാച്ചിൽ ചെന്നൈ ആരാധകർ മുഖം താഴ്ത്തി നിന്നു. 63-മായി ഗെയ്ക്വാദും വീണതോടെ പരാജയം അവരിലേക്കടുത്തു. ധോണിയും ജഡേജയും ചേർന്ന് പഴയകാലം ഓർമ്മിപ്പിക്കുമെന്ന് കരുതിയതാണ്. നെഞ്ചിടിപ്പോടെ കടന്നുപോയ നിമിഷങ്ങളിൽ ധോണി മടങ്ങിയതോടെ അവസാന ഓവറിൽ വേണ്ടിയിരുന്ന 20 റൺസുകളിലേക്ക് എത്താതെ ചെന്നൈ നിഷ്പ്രഭമായി. 32 റൺസുമായി ജഡേജയുടെ പോരാട്ടത്തിന് വിജയക്കടമ്പ കടക്കാനായില്ല. 6 റൺസുകളകലെ തുടർ തോൽവിയുടെ കയ്പുനീർ നുണഞ്ഞ് മഞ്ഞപ്പട നിരാശരാക്കി. ഫേവറേറ്റുകൾക്കപ്പുറം രാജസ്ഥാൻ എന്നും മലയാളിക്ക് സെക്കൻഡ് ടീമാകുമ്പോൾ ആ വിജയത്തിന് മാറ്റുകൂടും. മത്സരത്തിനൊടുവിൽ ഒന്നുറപ്പ്: കെട്ടടങ്ങാത്തൊരു തീനാളം ഒളിപ്പിച്ച് രാജസ്ഥാൻ പൊരുതാനിറങ്ങും. സഞ്ജുവിന്റെ രാജസ്ഥാൻ പഴയ ശൗര്യത്തിലേക്ക് എത്താൻ കടന്നത് ചെന്നൈ കടമ്പയാകുമ്പോൾ പ്രതീക്ഷകളോടെ അവർക്ക് മുന്നോട്ടു പോകാം. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.